കടുത്ത വേനൽ ചൂടിലും തളരാതെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ് 76% പോളിംഗ് ഉയർന്നു. പോളിംഗ് ശതമാനം ഉയർന്നതിൽ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികൾ. കൊല്ലം ഇത്തവണ ആര് പിടിക്കുമെന്നത് സംസ്ഥാന രാഷ്ട്രീയം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കൊല്ലം പിടിച്ചാൽ ഭരണം നേടാമെന്ന പഴയ ചൊല്ല് തന്നെയാണ് അതിന് കാരണം. പരമ്പരാഗതമായി ഇടതുകോട്ട എന്നറിയപ്പെടുന്ന കൊല്ലം ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് UDFും BJPയും ആത്മവിശ്വാസം പുലർത്തുമ്പോൾ ജില്ലയിൽ 2016 ആവർത്തിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. 76.29% എന്ന മികച്ച പോളിംഗാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. കരുനാഗപ്പള്ളി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്, 78.82%. ഏറ്റവും കുറവ് പുനലൂർ മണ്ഡലത്തിലും 70.99%. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 70.42%വും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 68.52%വുമായിരുന്നു ജില്ലയിലെ പോളിംഗ് നില. സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് നിരക്കുകളേക്കാൾ ഈ നിയമസഭയിൽ സമ്മതിദാനാവകാശ വിനിയോഗത്തിൽ ജില്ല കൈവരിച്ചത് പുത്തൻ നേട്ടം. SIR കൂടി കണക്കിലെടുക്കുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും ഉയരുമെന്നായിരുന്നു വിലയിരുത്തൽ. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മുന്നണികൾക്ക് ഇനിയുള്ള ദിനങ്ങൾ കണക്കുകൂട്ടലുകളുടെ നാളുകളാണ്. പ്രവചനാതീതമാകും കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് കാറ്റിന്റെ ഗതി. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.